ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിലമതിക്കുന്ന സ്ഥാനമാണ്. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് സെക്രട്ടറിമാർ ഒരുപാടുണ്ടാവാം. പക്ഷെ ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്ന പ്രധാന നേതാക്കളുടെ പട്ടികയിൽ വരുന്ന ആളാണ്. വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കണമെന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട സമരസമിതിയുടെ നേതൃത്വത്തിൽ വടകര RD ഓഫീസിന് മുന്നിൽ നടക്കാനിരിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായുള്ള സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന കൺവെൻഷൻ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഉള്ളറകൾ വെളിച്ചത്ത് വരേണ്ടതുണ്ട്. ഒരു പാവം മനുഷ്യൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട അതിക്രൂരമായ നടപടികളിൽ നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. ആ നിലയിൽ വളരെ ആഴമുള്ളതും വ്യത്യസ്ത മാനങ്ങളുള്ളതുമായ ഒരു പ്രക്ഷോഭമാണ് വരുന്ന 15-ാം തീയതി മുതൽ തുടർച്ചയായി വടകര RD ഓഫീസിന് മുമ്പിൽ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഭരണസമിതി കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും RMPയുടെയും നേതൃത്വത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇന്ന് അധികാരത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ നേതൃത്വ കക്ഷികളുടെ നിയന്ത്രണത്തിലുള്ളൊരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ നിലപാടും സമീപനവും വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച നൂറുകണക്കിന് ആളുകൾക്ക് നിക്ഷേപം തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. താൻ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിൻ്റെ വിഷമത്തിൽ സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റിൻ്റെ വീട്ടുവരാന്തയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം കുട്ടി ഹാജിയുടെ ജീവിതത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതാരാണ്? അതിന് നിയമപരമായി ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഇബ്രാഹിം കുട്ടി ഹാജിക്ക് മാത്രമല്ല, ഒരുപാട് നിക്ഷേപകർക്ക് പണം കിട്ടാനുണ്ട്. സംഘത്തിൽ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ നിക്ഷേപകരുടെ പണം ആര് കൊടുക്കും? നിക്ഷേപകർക്ക് തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സഹകരണ വകുപ്പിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ പ്രസക്തമായ നമ്മുടെ നാടിനെയും സഹകരണ പ്രസ്ഥാനത്തെയും ബാധിക്കുന്ന നീതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്
ഈ സമരപ്രഖ്യാപന കൺവെൻഷനിലൂടെ വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടിനും അധികാരികൾക്ക് മുമ്പാകെ എത്തുന്നത്. കഴിഞ്ഞ മെയ് 29-ാം തീയതിയാണ് തിരുവള്ളൂർ സ്വദേശിയായ ചിരികണ്ടോത്ത് ഇബ്രാഹിം ഹാജി ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റായ സുധീർ കുമാർ, അദ്ദേഹം DCCയുടെ സെക്രട്ടറിയാണ്. ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിലമതിക്കുന്ന സ്ഥാനമാണ്. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് സെക്രട്ടറിമാർ ഒരുപാടുണ്ടാവാം. പക്ഷെ ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്ന പ്രധാന നേതാക്കളുടെ പട്ടികയിൽ വരുന്ന ആളാണ്. ആ കൂട്ടത്തിൽ വടകരയിൽ നിന്നുള്ള ആളാണ്. സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക, ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യഗ്രഹം നടക്കുന്നത്. കൺവെൻഷനിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. KC പവിത്രൻ സ്വാഗതം പറഞ്ഞു. ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനായി. മുതിർന്ന നേതാക്കൾ സംസാരിച്ചു.